ഹായ്. അങ്ങനെ ഒരു ഡ്രീം അച്ചീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കൊരു ആവേശം വരുമല്ലോ. ആ ഓക്കെ, എന്നാൽ പിന്നെ നമുക്ക് അടുത്തതിലോട്ട് കയറാം. അങ്ങനെയാണ് ഈ കാനഡ ഡ്രീമിലോട്ട് കയറുന്നത്. ഈ കാനഡ ഡ്രീം എന്ന് പറയുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും പരിചയപ്പെടുന്ന സമയം തൊട്ടേ ഉള്ള ഒരു ഡ്രീമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഏജൻസീനെയൊക്കെ പോയി കണ്ട്, പലവട്ടം പോയി അന്വേഷിച്ച്, പല ഏജൻസീസിനെ അപ്രോച്ച് ചെയ്ത് അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കുറേ അന്വേഷിച്ചിട്ട് സമയം കുറേ പോയിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരും പറയുന്ന IELTS എഴുതണം എന്ന് പറയും. അതാണ് ഒരു ഫസ്റ്റ് ക്രൈറ്റീരിയ ആദ്യം ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്യണം. ഞങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആയുള്ളൊരു സമയമാണ്. ഇപ്പോൾ രണ്ടുപേർക്കും ഈ IELTS എന്ന് പറയുമ്പം ഒരു പേടി ഉണ്ടായിരുന്നു. ഈവൻ ദോ നമ്മുടെ ലാംഗ്വേജ് ഒന്നും വലിയ കുഴപ്പമില്ലായിരുന്നെങ്കിലും നമുക്ക് എന്നിട്ടും ഒരു പേടി. കാരണം നമ്മൾ സ്കൂളും കോളേജും ഒക്കെ കഴിഞ്ഞ് കുറേ കാലമായല്ലോ. അപ്പോൾ നമ്മൾ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മയായിരുന്നു മെയിൻ പ്രശ്നം. അപ്പോൾ ഞങ്ങൾക്ക് IELTSന് ആ സമയത്തൊക്കെ പിള്ളേർ കോച്ചിങ്ങിന് പോയി അങ്ങനെ എഴുതി അങ്ങനെ കിട്ടുന്നവർക്കാണ് ഈ കാനഡയുടെ ഒക്കെ കിട്ടുന്നത്. ആ സമയത്ത് നമുക്ക് പോകാനുള്ള ഒരു ടൈമില്ല. പിള്ളേരും ഒരു മോളുണ്ട് എനിക്ക് ആ സമയത്ത്. പിന്നെ മൺഡേ ടു ഫ്രൈഡേ ഫുൾ ബിസിയാണ്. സോ അങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് ഒരു കസിൻ ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിച്ചു. എന്നിട്ട് അവർക്കൊരു കുട്ടിയുണ്ട്. ആ സമയം കൊണ്ട് അവർ എങ്ങനെയോ സമയം കണ്ടെത്തി കോച്ചിങ്ങിനൊക്കെ പോയി പാസ്സായി അവർ ഫാമിലിയായിട്ട് പോയി. അത് കേട്ടപ്പോൾ നമുക്കൊരു വിഷമം. അവർ പോയല്ലോ, അവർക്ക് എങ്ങനെ സാധിച്ചു, നമുക്കെന്നാ പറ്റാത്തേ. അപ്പം ആ ഒരു സങ്കടത്തിൽ ഇരുന്നപ്പോഴാണ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞത്, തോറ്റാലും ജയിച്ചാലും നമുക്കൊന്ന് ചുമ്മാ ഒന്ന് അറ്റൻഡ് ചെയ്യാം. നമുക്ക് കോച്ചിങ്ങിനൊന്നും പോകണ്ട, അതിനൊന്നും സമയം സന്ദർഭമൊന്നും നമുക്കില്ല. അപ്പോൾ നമുക്കൊന്ന് ചുമ്മാ പോയി ഒന്ന് അറ്റൻഡ് ചെയ്യാം. കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, ഇല്ലെങ്കിൽ വേണ്ടാന്നേ. അപ്പം നമുക്ക് ആലോചിക്കാം എന്താണെന്ന് വെച്ചാൽ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പോയി അറ്റൻഡ് ചെയ്തു. ഇതിന് ബുക്ക് ചെയ്തു. ഒരു വീക്കെൻഡ് മാത്രം ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുറേ നേരം രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് ഞങ്ങൾ പഠിച്ച് എന്താണ് എക്സാം എങ്ങനെ വരും എന്നൊക്കെ ഒരു ഐഡിയ വെച്ച് കുറേ യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടിട്ട് ഞങ്ങൾ പോയി അറ്റൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഏജൻസി പോയി. അവരവിടെ അറ്റൻഡ് ചെയ്തതിന് ശേഷം നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്കോർ കിട്ടി. ഒരു 6.5 വെച്ച് സ്കോർ കിട്ടി. അപ്പോൾ അവർ പറഞ്ഞു, ഓക്കെ, ഈ ഒരു സ്കോർ വെച്ച് നമുക്ക് അപ്ലൈ ചെയ്യാം, പുറകാലം ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെയാണ് ഞങ്ങളുടെ ഈ ആപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ടാവുന്നത്. ഇത് സ്റ്റാർട്ടായി കുറേയൊക്കെ ആയപ്പം കാര്യം ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു ഹേർഡിൽ വരുന്നത്. അതായത് നമ്മൾ പോകുമ്പം എത്ര പേരാണോ പോകുന്നത് അവർക്കിങ്ങനെ ബാങ്ക് ബാലൻസ് കാണിക്കണം. ഒരു 10.5 lakhs ആയിരുന്നു ഞങ്ങളുടെ ഫാമിലിക്ക് കാണിക്കേണ്ട ബാങ്ക് ബാലൻസ്. അത് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പ്രോസസ്സിലുള്ള സംഭവമാണ്. അവിടെ എത്തിയപ്പോൾ ഇത്രയും ആവേശത്തിൽ ഞാൻ പോവുകയാണല്ലോ, ഈ ഒരെണ്ണം കഴിഞ്ഞു, ഇനി ഇതൊക്കെ ഇത് നടക്കും എന്നുള്ളൊരു ആവേശത്തിൽ ഞാൻ നിന്നപ്പോഴാണ് ഈ ഒരു സംഭവത്തിലെത്തിയപ്പോൾ ഞാൻ സ്റ്റക്കായത്. അപ്പം ഈ ഏജൻസി തന്നെ നമുക്കൊരു ഷോ മണി എന്നുള്ളൊരു ഓപ്ഷൻ തന്നിട്ടുണ്ട്. അതായത് വേറൊരാളുടെ പൈസ നമ്മുടെ അക്കൗണ്ടിൽ കാണിച്ചു തരും. എന്നിട്ട് അത് വെച്ച് നമ്മൾ കാണിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ അങ്ങനെ ഒരാളെ അവർ സംഘടിപ്പിച്ച് തരുകയും ചെയ്തു. ഞങ്ങളങ്ങനെ ഒരു 6 മാസം അങ്ങനെ ആ മണി കാണിച്ചു. പക്ഷേ ഈ പ്രോസസ്സിങ് ടൈം ഇങ്ങനെ നീണ്ടു പോയി. അപ്പോൾ ഈ 6 മാസം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കഷ്ടകാലത്തിന് ആ ബാങ്കിലെ മാനേജർ അങ്ങ് മാറി. അപ്പം വീണ്ടും ഈ ഒരു സ്റ്റേജ് എത്തി നമ്മുടെ ഈ ബാങ്ക് ബാലൻസ് വീണ്ടും കാണിക്കണം അടുത്തൊരു 6 monthsലേക്ക്. അപ്പോൾ ആ മാനേജർ വന്ന് എന്നോട് പറഞ്ഞു, ഇത് പറ്റില്ല, ഇത് ഫ്രോഡാണ്, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, നിങ്ങളുടെ പൈസയല്ല, നിങ്ങൾ വേറെ. അപ്പോൾ നേരത്തെ ഇരുന്ന മാനേജർക്ക് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടാവും, പക്ഷെ ഞാൻ സമ്മതിക്കത്തില്ല, നിങ്ങൾ ലിക്വിഡ് ക്യാഷ് കാണിക്കാണ്ട് എനിക്കിത് അപ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവമുണ്ട്, എൻ്റെ ലൈഫിൽ എന്ത് നടന്നാലും ഞാനിങ്ങനെ എല്ലാവരോടും പാടിക്കൊണ്ട് നടക്കും. അപ്പോൾ എൻ്റെ ഓഫീസിൽ ഞാൻ ഇങ്ങനെ എല്ലാവരോടും ഇങ്ങനെ പറയും, ഞാൻ കാനഡയ്ക്ക് പോകണം. അപ്പോൾ ഇങ്ങനെയാണ് ഈ സ്റ്റേജ് എത്തി, ഞാൻ അതാണ് എൻ്റെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തു, ഇപ്പോൾ IELTS എഴുതി ക്ലിയർ ചെയ്തു, ഇത്രയായി, ഇനി എനിക്ക് ബാങ്ക് ബാലൻസിൻ്റെ സംഭവം. അപ്പം ഞാൻ അന്ന് ബാങ്കിൽ പോയി തിരിച്ച് വരുമ്പം വളരെ നിരാശയായിട്ട് ഞാൻ ഓഫീസിൽ പോവുകയാണ്. അപ്പം എൻ്റെ കൊളീഗ്സൊക്കെ എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്തായി എൽമ? ഞാൻ പറഞ്ഞു, രക്ഷയില്ല, ഇനി ഒരു 10.5 ലക്ഷം രൂപ അക്കൗണ്ടിൽ കാണിക്കണം, അത് ലിക്വിഡ് ക്യാഷ് കാണിക്കണം, എനിക്ക് അറിയില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പം നമ്മുടെ കയ്യിൽ ആകെ ഒരു സേവിങ്സ് ഒക്കെ ആയിട്ട് ഒരു 1.5 ലക്ഷം ഇത്രയേ ഉള്ളൂ കയ്യിൽ. ഈ 10.5 ലക്ഷം എങ്ങനെ കാണിക്കും?
ഞാൻ വിചാരിച്ചു പോയി, എല്ലാ സ്വപ്നവും തീർന്നു. അപ്പം എൻ്റെ ഈ കൊളീഗ് കുര്യൻ എന്നാണ് പേര്, സെയിം കമ്പനി ക്യാൻകോർ. കുര്യൻ എന്നോട് ഇങ്ങോട്ട് പറയാണ്, എൽമ നീ എന്തിനാ വിഷമിക്കണേ? സി, ഞങ്ങൾ ഓഫീസിൽ കുറച്ച് പേര് ഓരോ ലക്ഷ്യം വെച്ച് നിനക്ക് തരുവാണെങ്കിൽ നിൻ്റെ പ്രശ്നം സോൾവ് ആയില്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ശരിയാ, പ്രശ്നം സോൾവ് ആയി, പക്ഷെ ആര് തരും? ഈ 1,00,000 രൂപ ഇവരൊക്കെ എങ്ങനെ തരും എനിക്ക്? കുര്യൻ എന്നോട് പറഞ്ഞു, എൽമ വിഷമിക്കേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ അവരോടൊക്കെ സംസാരിച്ച് ഞാൻ തന്നെ ഇത് ഡീൽ ചെയ്ത് ഐ വിൽ സെറ്റ് ഇറ്റ് ഔട്ട് ഫോർ യു. കുര്യൻ ഇത് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു, കുര്യൻ്റെ നല്ല മനസ്സ്, താങ്ക് യു, പക്ഷേ നടക്കുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. അടുത്ത ദിവസം കുര്യൻ വന്ന് എന്നോട് പറഞ്ഞു, എൽമ എല്ലാം സെറ്റായി, സി ഇന്ന ആൾക്കാർ ഇത്രയും പൈസ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ വാസ് ലൈക്ക്, വാട്ട്? ഇവരൊക്കെ എനിക്ക് പൈസ തരികയാണ് ആൻഡ് വിതൗട്ട് എനി പ്രൂഫ്, ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് അങ്ങനെയൊന്നും ഇല്ല, ഒരു സംഭവമില്ല. അപ്പം എൻ്റെ ഓഫീസിൽ എനിക്ക് തോന്നുന്നു, ഇപ്പം എനിക്ക് പേരെടുത്ത് പറയാൻ തോന്നുന്നു, ജെഫിൻ, കമൽ, കുര്യൻ, ഗബ്രിയേൽ, രാജേഷ് പീറ്റർ, ഇവർ ഇത്രയും പേരെന്നെ സഹായിച്ചു. ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചതുമല്ല, ഞാൻ ഈ ഒറ്റ മനുഷ്യരോട് ഞാൻ പോയി ചോദിച്ചില്ല. ഇവരെന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, ഞങ്ങൾ തരാം എൽമയ്ക്ക് പൈസ. ഇവരോട് ഞാൻ മുമ്പ് എനിക്കൊരു ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്സ് മുമ്പ് ഉണ്ടായിട്ടുമില്ല. ഇവർക്ക് ഒരു വിശ്വാസമില്ല, ഒരു ഉറപ്പുമില്ല, ഞാൻ തിരിച്ചു കൊടുക്കുമെന്ന് പോലും ഓർക്കില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവരെന്നോട് ഇങ്ങനെ അപ്രോച്ച് ചെയ്തത്. ആ പൈസ ഞാൻ എൻ്റെ അക്കൗണ്ടിലിട്ടു, ഈ മണി ഷോ മണി കാണിച്ചു, എൻ്റെ പ്രോസസ്സിങ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റഡ്. അങ്ങനെ എനിക്കെല്ലാം സെറ്റായി. എനിക്കിപ്പോഴും അവരെന്നെ ഹെൽപ്പ് ചെയ്ത കാര്യം ഓർക്കുമ്പം എൻ്റെ മനസ്സ് നിറയും. കാരണം ആരെങ്കിലും ഇങ്ങനെ ചെയ്യൂ? ഞാൻ എന്നോട് തന്നെ ചോദിച്ചു പോയി, എൽമ എന്നോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിനക്ക് 1,00,000 രൂപ എനിക്ക് തരാമോ എന്ന് ചോദിച്ചാൽ ഞാനൊരു 10 വട്ടം ആലോചിക്കും, ഇവരെനിക്ക് തിരിച്ചു തരുമോ? പക്ഷേ എൻ്റെ ചിന്താഗതി മാറി. ഞങ്ങൾ ആ ഹെൽപ്പോടുകൂടി കാനഡ എത്തി. ദൈവം അനുഗ്രഹിച്ച് 6 മാസം കൊണ്ട് ഇവരുടെയൊക്കെ പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റി. ഒരു ചിട്ടി ചേർന്നു, കാനഡയിലും ചിട്ടിയുടെ സമ്പ്രദായമുണ്ട്. അപ്പം ഞങ്ങൾ ചിട്ടി ചേർന്നു, ഈ പൈസ ഇവർക്ക് എല്ലാവർക്കും 6 മാസം കൊണ്ട് കൊടുത്തു തീർക്കാൻ പറ്റി. എനിക്ക് അത് എങ്ങനെ സാധിച്ചു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പഠിച്ചു ഈ കാര്യത്തിൽ, ഇഫ് യു ഡു ഗുഡ് ടു അതേഴ്സ്, ഗുഡ് തിങ്സ് വിൽ കം ബാക്ക് ടു യു. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മൾ മനസ്സിൽ നിന്ന് ഓരോരുത്തരെ താങ്ക് ചെയ്യുമല്ലോ, മനസ്സുകൊണ്ട് നമ്മൾ അറിയാതെ താങ്ക്ഫുള്ളായി പോകും. ഞാൻ പിന്നീട് അറിഞ്ഞത്, ഈ കൂട്ടത്തിലുള്ള പലരും, ഒരാൾക്ക് കുറേ നാളായിട്ട് കുട്ടികളുണ്ടായിരുന്നില്ല. ഷീ വാസ് ബ്ലെസ്ഡ് വിത്ത് എ ബേബി. ഐ വാസ് സോ ഹാപ്പി. ഈ കൂട്ടത്തിൽ ഒരാൾ കല്യാണം കഴിക്കാനായിട്ട് കുറേ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു, ലൈക്ക് കുറേ ഏജ് ആയിട്ടും കല്യാണം നടക്കുന്നുണ്ടായിരുന്നില്ല. ഹി ഗോട്ട് മാരിഡ്. ഇതൊക്കെ ഞാൻ പിന്നീട് അറിയുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായിരുന്നു. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ഒരു അവസരം കിട്ടുകയാണ് ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ, പ്ലീസ് ഡു ഇറ്റ് ആൻഡ് ബിലീവ് ദാറ്റ് ഗുഡ് വിൽ കം ബാക്ക് ടു യു ഫോർ ഷുവർ. അത് ഏത് രീതിയിൽ എങ്ങനെ വരും എന്ന് എനിക്കറിയില്ല, ബട്ട് ഇറ്റ് വിൽ ഡെഫിനറ്റ്ലി കം ബാക്ക് ടു യു ഫോർ ഷുവർ. ഈ കൂട്ടത്തിലുള്ള ഒരാൾ എന്നിട്ട് വേറൊരു ആവശ്യം വന്നപ്പം he gave me 20 lakhs without any ഒരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, ഒരു പോസ്റ്റ് ഡേറ്റഡ് ചെക്കോ, നത്തിങ് അറ്റ് ഓൾ. അഗൈൻ ഒരു ഹെൽപ്പ് എനിക്ക് വീണ്ടും ഈ കൂട്ടത്തിലുള്ള ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്തു വീണ്ടും. സോ what I'm trying to say is, whenever you get a chance to do good, do it. It will definitely come back to you.